സർഗമയ നേച്ചർ. നിങ്ങൾ ഉടുമ്പുകളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല എങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണണം. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ വന്ന ഒരു ഉടുമ്പാണ്. ഇത് ഇര തേടുന്ന ഒരു വീഡിയോയാണ് ഇതിൽ. അപ്പോൾ മോണിറ്റർ ലിസാർഡ്സ് എന്ന് ഇംഗ്ലീഷിൽ ഇതിൻ്റെ പേര്. വളരെ കട്ടിയുള്ള തൊലി, ബലമുള്ള കാലുകൾ, കഴുത്ത് മുൻപിലോട്ടും സൈഡിലോട്ടും ചലിപ്പിക്കാനുള്ള കഴിവുണ്ട്. ചെറിയ കണ്ണുകൾ, ബലമുള്ള വാല്, മുൻകാലുകൾ കൈയായി ഉപയോഗിക്കുന്നു. ഇത് മാംസബുക്കാണ്. പാമ്പിനെ പോലെ എപ്പോഴും നാവ് പുറത്തേക്ക് നീട്ടുന്നു. ഇര പിടിക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. കരിയിലകൾക്കിടയിൽ നിന്ന് മുൻകാലുകൾ കൊണ്ട് ചീകഞ്ഞ് ചെറുപ്രാണികൾ, ഞാഞ്ഞൂലുകൾ ഇവയെ ആഹാരമാക്കുന്നു. അതുപോലെ ചെറിയ പക്ഷികൾ, എലികൾ, ഷഡ്പദങ്ങളെല്ലാം ഇവയ്ക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ മണ്ണിൻ്റെ അല്ലെങ്കിൽ കരിയിലയുടെയൊക്കെ നിറമാണ് ഇതിന്. മോണിറ്റർ എന്ന പേര് വരുവാൻ കാരണം മുതലയുടെ മുട്ടകൾ ഇതിന് ഏറെ ഇഷ്ടമായതുകൊണ്ടാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ മുതലയുടെ മാത്രമല്ല, മറ്റ് ജീവികളുടെ എല്ലാം മുട്ടകൾ ഇതിന് ഭക്ഷണമായി ഇത് വളരെ ഇഷ്ടമാണ് ഇതിന്. അപ്പോൾ ഇതിനെ പണ്ട് കാലത്ത് ആളുകൾ ഇണക്കി വളർത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ ഇണങ്ങുവാൻ കഴിവുള്ള ഒരു ജീവിയാണ് ഈ ഉടുമ്പെന്ന് പറയപ്പെടുന്നു. പക്ഷേ മനുഷ്യരെ നമ്മളെയൊക്കെ കണ്ടാൽ ഇത് ഓടിപ്പോവും. നമ്മുടെ നാട്ടിൽ 2 തരത്തിലുള്ള ഉടുമ്പുകളെ കണ്ടുവരുന്നു. രണ്ടാമത്തെ ഇനം ഉടലിന് കറുപ്പും അതുപോലെ വെളുത്ത വരകളുള്ളതാണ്. പൊന്നുടുമ്പ് എന്നൊരു നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്. അപ്പോൾ അത് അല്പം ചെറുതുമാണ്. ഇവ കുഴികൾ കുഴിച്ച് അതിൽ മുട്ടയിടുന്ന നമ്മൾ സാധാരണ കാണാറുള്ളതാണ്. ഇങ്ങനെ വന്ന് ചെറിയ ചെറിയ കുഴികൾ കാലുകൊണ്ട് അതിൻ്റെ കരിയിലൊക്കെ മാറ്റി അത് ചെറിയതുണ്ടാക്കിയിട്ട് അതിലാണ് മുട്ടയിടുന്നത്. അപ്പം മനുഷ്യ കണ്ടാൽ ഓടിപ്പോവുമെങ്കിലും നമ്മളെ അത്ര പേടിയൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം നമ്മളെ കുറച്ച് നേരമൊക്കെ നമുക്ക് ഈ വീഡിയോ എടുക്കാനൊക്കെ അത് കുഴപ്പമില്ലാതെ നിന്നു. പക്ഷെ നമ്മളടുത്തേക്ക് ചെല്ലുമ്പോൾ അത് ഓടിപ്പോവും. അതേപോലെ തന്നെ പണ്ട് കാലത്ത് ഇതിൻ്റെ മാംസം ആളുകൾ ഭക്ഷിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഇതിനെ കൊല്ലുകയോ കൈവശം വയ്ക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ അത് നിയമപരമായി കുറ്റമാണ്. വംശനാശ ഭീഷണി നേരിടുന്ന അതുകൊണ്ടാണ് ഇതിനെ കൊല്ലുന്നത് നിയമം മൂലം നിരോധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ഇതിനെ കണ്ടുവരുന്നു. ഇതിന് പല സ്പീഷീസുകളും ഇന്ന് ഉണ്ട്. അതുപോലെ പല ഭൂഖണ്ഡങ്ങളിലും ഇതിനെ കാണപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും വ്യത്യസ്തമായൊരു വിഷയവുമായി വരുന്നതാണ്. നന്ദി, നമസ്കാരം.